ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല നാടൻ അണ്ടിപ്പരിപ്പ് വറുത്തരച്ച കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചണ്ടി തുറന്ന് അതിൻ്റെ ഉള്ളിലെ പരിപ്പ് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു നേരിയ തോലും കൂടിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ തോലും കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു തക്കാളി, 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വലിയ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ ഉള്ളി ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഇതൊന്ന് നെയ്യിൽ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അണ്ടിപ്പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറിയെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല നാടൻ വറുത്തരച്ച അണ്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.